ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മളിന്ന് നമ്മുടെ വീട് കാണിച്ചു തരാം കേട്ടോ നിങ്ങളെ. കുറേ നാളായിട്ട് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് തുടങ്ങി എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് വീട് കാണിച്ചു തരുമോ, വീട് കാണിച്ചു തരുമെന്ന്. പക്ഷെ എനിക്കത് എടുക്കാൻ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടായില്ല. ഇപ്പോഴും സാഹചര്യങ്ങൾ കുറച്ച് പരിമിതമാണ്, എന്നാലും ഞാൻ എടുക്കുന്നുണ്ട്. ഇപ്പം ഫസ്റ്റ് തന്നെ ഞാൻ ഇപ്പോൾ വീടിൻ്റെ പുറത്താണ് നിൽക്കണം. ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഗേറ്റ് കാണിച്ചു തരാം. നമ്മുടെ ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഇങ്ങോട്ട് തള്ളാം, അങ്ങോട്ടും തള്ളാം. ഇവിടെ ഒരു സാധനം വെച്ചിട്ടുണ്ട്, എന്താ ഒരു സാധനം പൊന്തിച്ചാൽ അങ്ങോട്ട് തള്ളാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ടൈപ്പ് ഗേറ്റാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം അതുകൊണ്ട് സുഖമായിട്ട് അങ്ങോട്ട് തള്ളി കഴിഞ്ഞാൽ വണ്ടി സുഖമായി പാർക്ക് ചെയ്യാൻ നമുക്ക് ഈസിയാണ്. പിന്നെ പോരാ, പിന്നെ ഉള്ളത് മെയിൻ ഇവിടെ നമുക്കൊരു കിണറുണ്ടായിരുന്നു കേട്ടാ. ഇവിടുത്തെ കിണർ നമ്മള് അടച്ച് ഇപ്പൊ ഒരു പകുതി പോർഷൻ മാത്രമേ ഉള്ളൂ. ഇവിടെ സ്ലാബ് ഇട്ടു. അതായത് നമുക്ക് ഫ്രണ്ട് ഏരിയ കുറവായിരിക്കും. ഈ കിണറും കൂടി വന്നു കഴിഞ്ഞാൽ പോർഷൻ കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇവിടെ സ്ലാബ് ഇട്ടിട്ട് കിണർ പകുതി മൂടി. ഇപ്പൊ പകുതി കിണറിൽ ഗ്രില്ലിട്ടു. പിന്നെ അതുപോലെ തന്നെ നമ്മള് ബാക്കി വന്ന ടൈൽസുകൾ ഇവിടെ ഒട്ടിച്ചു. ഇപ്പൊ നമ്മുടെ വീട് പണിതിട്ട് രണ്ട് വർഷം ആവുള്ളൂ. കാരണം ആദത്തിനെ 2 വർഷമല്ലല്ലോ, 3 വർഷം ആവാറായില്ലേ? 3 വർഷം ആവാറായിട്ടാ നമ്മുടെ വീട് പണിതിട്ട്. കാരണം ആദത്തിന് ഗർഭിണിയായിരിക്കുന്ന സമയത്തായിരുന്നു വീട് പണിതത്. ആദത്തിന് അടുത്ത മാസത്തേക്ക് 2 വയസ്സാവും. അപ്പൊ 3 വർഷമായി നമ്മുടെ വീട് പണിതത്. പിന്നെ ഇവിടെ വേറെ സംഭവം കൂടി ഉണ്ട് കേട്ടാ. ഇത് ഗ്യാസ് വെക്കാൻ സ്പെഷ്യലായി നമ്മുടെ അപ്പച്ചന്റെ ഐഡിയയിൽ ഉണ്ടാക്കിയതാണ്. അതായത് അടുക്കളയിൽ നിന്ന് ഗ്യാസ് പൊട്ടിത്തെറിപ്പിച്ച ചാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ പുറത്താണ് നമ്മൾ ഗ്യാസ് വെച്ചേക്കുന്നത്. കുറച്ചും കൂടി സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തേക്കുന്നത്. പിന്നെ അതിന്റെ മുകളിൽ പിന്നെ നമ്മൾ ചെരുപ്പ് സ്റ്റാൻഡായി സെറ്റ് ചെയ്തതുള്ളത്. ചെരുപ്പുകളൊക്കെ ഇതിന്റെ മുകളിലും ഹെൽമെറ്റും സ്റ്റോറേജ് ഏരിയയും കൂടി ആക്കിയിട്ടുണ്ട് ഇതിന്റെ മുകളില്. പിന്നെ അതുകൊണ്ട് ഇപ്പൊ ഗ്യാസ് പൊട്ടിത്തെറിച്ച് ചാവും എന്നുള്ള പേടി വേണ്ട. നമ്മുടെ കിണറ്റിന്ന് വെള്ളം കോരണമെങ്കിൽ ഒരു കോരിയുണ്ട്, ഒരു കയറുണ്ട്. പിന്നെ ഇങ്ങനെ സ്ലൈഡ് ചെയ്തിട്ട് ഇവിടെ കണ്ട ഇതിങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ കിണറ്റിക്ക് വെള്ളം ഇടാം. അല്ല, ഈ സാധനം ഇതിൻ്റെ ഉള്ളിക്കിട വെള്ളം കോരാൻ കുളിക്കണമെങ്കിൽ കുളിക്കാം, കുടിക്കണമെങ്കിൽ കുടിക്കാം. പിന്നെ ഉള്ളത് നമ്മുടെ ഫ്രണ്ടിൽ ഇപ്പൊ ഇത്ര ഏരിയ ഉള്ളത്. ആദത്തിന് കളിക്കാൻ കുറച്ച് പോർഷൻ ഉണ്ട്. പിന്നെ ഇവിടെ അപ്പച്ചനൊരു പച്ചക്കറി തോട്ടമായി ചില സന്ദർഭത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായി. ഇപ്പൊ ഇവിടെ ആകെ വാഴയും ഇവിടെ പാവയ്ക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിവിടെ ഒരു പാവയ്ക്ക് ഉണ്ടായി, അതൊക്കെ പോയി. പിന്നെ ഇപ്പൊ അപ്പച്ച ഇവിടെ വാഴക്കൊലകൾ നട്ടുണ്ട്. ഒരു മാവുണ്ട്, ഒരു തെങ്ങുണ്ട്, തെങ്ങുമ്പോ തേങ്ങയുണ്ട്, ഇത്ര സാധനം. പിന്നെ ഒരു കപ്പങ്ങി ഉണ്ട് കേട്ടോ, 2 കപ്പമരം ഉണ്ട്. പിന്നെ അതായത് ചേമ്പുണ്ട്, പിന്നെ വേപ്പലിയുണ്ട്. അതായത് ഇതൊരു ചെറിയൊരു പച്ചക്കറി തോട്ടമാണ്. അപ്പൊ നമ്മുടെ ഫ്രണ്ടില് ഞാൻ പറയില്ലേ ആദത്തിന് കളിക്കാൻ എത്ര സ്പേസ് ആണ്. കളിക്കാനുള്ള ഒരു പ്ലേ ഗ്രൗണ്ടായിട്ട് നമ്മൾ ഷീറ്റൊക്കെ അടിച്ചിട്ട് ഫ്രണ്ട് വെയിലടിക്കാത്ത രീതിയിൽ ഷീറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. ഇത് സാധാ ഷീറ്റിന് നമ്മൾ അടിച്ചേക്കണം. അങ്ങനെ ഷീറ്റ് അടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫ്രണ്ടിൽ ഇതേ ഒരു പറഗോളയുടെ പോലത്തെ ഒരു സംഭവം ഉണ്ട്. പിന്നെ അതിന്റെ മുകളിൽ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഫുള്ള് ലൈറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ആ ഗ്ലാസ് ഞാനന്ന് മലയാളത്തിൽ പറഞ്ഞു വെക്കണ്ടാന്ന്. ഇപ്പൊ നിറച്ച് പൊടി പിടിച്ച് കിടക്കാട്ടോ. കാരണം നമുക്കത് തുടയ്ക്കാൻ പാടാ. അപ്പൊ വീട് പണിയണവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഷീറ്റ് അടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഗ്ലാസ് വെക്കണ്ട. പൊടി പിടിച്ച് കിടക്കുള്ളൂ, നമുക്ക് പാടായിരിക്കും. അത് അടിച്ച് തുടയ്ക്കാൻ വേണ്ടിട്ട് എത്തില്ല, അതുകൊണ്ടാണ്. പിന്നെയുള്ളത് നമ്മുടെ സൈഡില് ഇത് ഇത്ര സ്പേസ് ആട്ടാ. ഇവിടെ നമ്മൾ മെറ്റല് സാധനങ്ങളൊക്കെ ഇട്ട് നല്ല വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. ചെളി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ചെളി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി മെറ്റലും മണലൊക്കെ ഇട്ട് മെറ്റലൊക്കെ ഇട്ട് നികത്തി കിടന്നതാ. ഇപ്പൊ ഇവിടുത്തെ മെറ്റലുകളെല്ലാരും അതെടുത്ത് ഇപ്പോടെ പുറത്തേക്ക് കളയും. അതുപോലെ ഉണ്ടല്ലോ മതിലും ചെറിയ മതിലാണ് നമ്മൾ പണിതത്. ഇപ്പൊ മണ്ണത്തരായിപ്പോയി. കാരണം ഇവൻ ഈ ബോളില്ലേ, ഈ ബോള് സാധനങ്ങളൊക്കെ എപ്പോഴും പുറത്തേക്ക് എടുത്ത് എറിഞ്ഞു കളയും. അപ്പൊ പിള്ളേരാണ് വീട്ടിൽ കുറച്ചും കൂടി ഉയരത്തിൽ മതിൽ കിട്ടിയാൽ നല്ലതായിരിക്കും. അങ്ങനെയാണ് ഇവിടുത്തെ പുറത്തത്തെ കാഴ്ചകൾ. ഇനി ബാക്കിലും കൂടി നമുക്ക് കുറച്ച് സ്പേസ് ഉണ്ട്. ഇനി നമുക്ക് അകത്തേക്ക് പോവാം. അപ്പൊ ഫ്രണ്ടില് തന്നെ ഒരു മണി ഉണ്ട് കേട്ടാ.
ഇത് നമുക്ക് പണ്ട് മുതലുണ്ടായത്, നമ്മുടെ പണ്ടത്തെ വീട്ടിൽ മുതലുണ്ടായത്, അപ്പച്ചന് കാളവണ്ടി ഉണ്ടായ ടൈമിൽ ഉണ്ടായതെന്ന് പറഞ്ഞു കേൾക്കുന്നത്. ഞാനുള്ളപ്പോൾ ആ പഴയ വീട്ടിൽ ഈ മണിയുണ്ട്, ഇപ്പൊ പുതിയ വീട്ടിലും ഈ മണിയുണ്ട്. പിന്നെ ബെല്ലും ഒരു ലൈറ്റിന്റെ സ്വിച്ചും. ഇനി നമുക്ക് അകത്തേക്ക് പോവാട്ടാ. ഫസ്റ്റ് തന്നെ നമുക്ക് കേറി വണ്ടിനടുത്ത് ഒരു ചെറിയ സിറ്റ് ഔട്ട് ഉണ്ട്. അപ്പച്ചൻ ഇരിക്കാൻ വേണ്ടി പണിത 3 കസേരകളുണ്ട്. ഇത് മരത്തിന്റെ കസേര നമ്മള് പണിയിപ്പിച്ചതാട്ടാ, ഇവിടെ പരതാമസത്തിന്റെ സമയത്ത് പണിയിപ്പിച്ചതാണ്. പിന്നെ ഇവിടെ ഒരു ഫാൻ ഉണ്ട്, പിന്നെ ഫാൻ പ്രത്യേകിച്ച് ഉണ്ട്, പിന്നെ ഇവിടെ കുറച്ച് ലൈറ്റ് സംഭവങ്ങള് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ചെറിയ സിറ്റ് ഔട്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ തൂണ്. ഇത് നമ്മള് മറ്റേ ടൈൽസും ഗ്രാനൈറ്റിന്റെ പോർഷനൊക്കെ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ വെൽക്കം ഹോം. അപ്പൊ ഇതുണ്ട് നമ്മുടെ വീട്. ഇതാണ് വിസിറ്റിംഗ് ഹാള്. ഇവിടെ നമ്മളൊരു സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മരത്തിന്റെ സെറ്റ് കേട്ടാ, മരത്തിന്റെ സെറ്റിയും. പിന്നെ ഇത് ഒരു ചാരു കസേര. ഇത് അപ്പച്ചന് TV കാണുന്നത്. ഇങ്ങനെ ചാരം ഇവിടെ കിടക്കാം. അയ്യോ ആട്ടണ്ടാറേ, ഇത് ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ആടാം. ഇത് മരത്തിന്റെ ആയിട്ടാ, നല്ല സുഖം കിടന്ന് ഉറങ്ങാനൊക്കെ സുഖമുള്ളതാ. പിന്നെയുള്ളത് ഒരു ടിവിയുടെ പോസ്റ്ററിന്റെ TV അത് കാണിച്ചിട്ടുണ്ട്. TV ഇവിടേക്ക് നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാം. പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ സ്റ്റോറേജ് ഏരിയ. ഇതിങ്ങനെ തുറന്നു നമുക്ക് ഇവിടെ എന്തെങ്കിലും വെക്കാം. അതുപോലെ തന്നെ ഇതിന്റെ അടിയിൽ ഈ ആദത്തിനെ പേടിച്ചിട്ടുണ്ടായി ടീപ്പോയി സാധനങ്ങളൊക്കെ നമ്മൾ ഇങ്ങോട്ട് നീക്കിയിട്ടുണ്ട്. ഇവിടെ ഉണ്ട് ചെറിയൊരു കബോർഡിന്റെ പോലത്തെ. ഇവിടെ എന്തെങ്കിലും ഇതിൽ കുറെ പേപ്പർ സാധനങ്ങളൊക്കെ അമിച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ. അങ്ങനെ പിന്നെ ഇതിന്റെ മുകളിൽ ഇവിടെ ഒരു ഫാൻ ഉണ്ട്. ഇവിടുത്തെ രണ്ട് ലൈറ്റ് കത്തുന്നില്ല എന്നുള്ള സത്യം നമ്മൾ ഇപ്പോഴാണ് മനസ്സിലായത്. 2 ഇട്ടപ്പോ കത്തറില്ല. അങ്ങനെ പിന്നെ ഇവിടെ നമുക്ക് സ്ലൈഡിങ്ങിന്റെ കർട്ടൺ. നമ്മളെല്ലാവരുടെയും ഇങ്ങനത്തെ കർട്ടൻ തന്നെയാണ് കേടാ. പുറത്തുനിന്ന് ഇങ്ങോട്ട് നോക്കാം, അകത്തുനിന്ന് നോക്കാം. അങ്ങനെ ഇത്രയാണ് നമ്മുടെ വിസിറ്റിംഗ്. പിന്നെ വേറൊരു കാര്യം, ഈ ഡോറ്. ഇത് നമ്മുടെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഡോറായിട്ട് തോന്നുന്നത്? ഇത് സ്റ്റീൽ ഡോറാണ് കേട്ടോ. ഇത് നമ്മള് പെയിന്റ് ഒക്കെ അടിച്ച് സെറ്റാക്കി അടിപൊളിയാക്കി വെച്ചേക്കുന്നതാണ്. സൗണ്ട് ഇല്ലല്ലോ. അങ്ങനെ സ്റ്റീൽ ഡോർ നമ്മൾ അടച്ചു വെക്കണം, അല്ലെങ്കിൽ ആദം ചാടിപ്പോവും. പിന്നെ ഇങ്ങോട്ട് വരുമ്പോ ഒരു ഡൈനിങ് ഹാളാണ്. അതിന്റെ അവിടെ നമ്മളൊരു സെപ്പറേഷൻ പോലെ എന്താണ് ഈ സാധനം എന്താ പറയാ, ഒരു സെപ്പറേഷൻ. അതിന് വേണ്ടിട്ട് ഇങ്ങനെ ഒരു വുഡിന്റെ, ഇതൊക്കെ മൾട്ടി വുഡാണ് കേട്ടാ. മൾട്ടി വുഡിന്റെ മെറ്റീരിയൽ ആണ്. ഇതൊക്കെ അവര് പെയിന്റ് ചെയ്തേക്കുന്നതാണ്. പിന്നെ അതിന് മുകളിൽ തന്നെ ഒരു ഷോക്ക് വേണ്ടി ഇവിടെ 2-3 ലൈറ്റ് ഉണ്ട്. ഇവിടെ ഒരു മൾട്ടി വുഡിന്റെ സംഭവം ഉണ്ട് കേട്ടാ. അതുപോലെ തന്നെ ഇവിടെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളിത് ഇവിടെ ഒരു ഫ്ലവർ വേസ് വെച്ചിട്ടുണ്ട്. റിമോട്ടൊക്കെ സ്റ്റോർ ചെയ്യാൻ, ശരിക്കും നമ്മൾ ടിവിയുടെ കബോർഡിലെ സ്റ്റോർ ചെയ്യാ. ഇതൊക്കെ ആദത്തിനെ പേടിച്ചിട്ട് സ്റ്റോർ ചെയ്ത് അവിടെയൊക്കെ വെച്ച് ഇവൻ തുറക്കും, അത് നശിപ്പിക്കും. അതുകൊണ്ട് നമ്മള് ഇവിടെ ഒരു സ്റ്റോറേജ് ഏരിയ, താക്കോലിന്റെ ഒക്കെ ഏരിയക്ക് നമ്മൾ ഇതിനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ വിസിറ്റിംഗ് ഹാളിന്റെ സെക്ഷൻ കഴിഞ്ഞ് നമ്മൾ ഡയറക്റ്റ് പോകുന്നത് ഡൈനിങ് ഹാൾ ഉണ്ടത്. ഇവിടെ 2 വിൻഡോ ഉണ്ട്. പിന്നെ പ്രയർ സെക്ഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയിൽ തന്നെയാട്ടാ. അപ്പൊ ഇതാണെങ്കിൽ ടൈൽസ് ആണ്. ഇത് കാണുമ്പോ വേറെ എന്തെങ്കിലും മെറ്റീരിയൽ ആയിട്ട് ചിലപ്പോ തോന്നാം, പക്ഷെ ഇത് നമ്മൾ ടൈൽസ് ഒട്ടിച്ചേക്കുന്നതാണ്. പിന്നെ ഇതിന്റെ ഉള്ളിൽ ഇവിടെ ഒരു ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, അതാണ് ഇത്ര ലൈറ്റ് നമുക്ക് തോന്നുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതും മൾട്ടി വുഡ് തന്നെയാണ്. മൾട്ടി വുഡിന്റെ ഒരു ടേബിൾ. ഇവിടെ മൾട്ടി വുഡിന്റെ ടേബിളിൽ നമുക്ക് സ്റ്റോറേജ്, അതായത് പ്രാർത്ഥന പുസ്തക, ബൈബിളാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. പിന്നെ ഉള്ളത് നമ്മുടെ വാഷിംഗ് ഏരിയയാണ്. വാഷിംഗ് ഏരിയയുടെ അവിടെ നമ്മൾ ഇവിടെ ഒരു ചെലന്തി വല പോലത്തെ ഒരു സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് എന്താ പറയാ, ഇത് തുറക്കാൻ നമുക്ക് പറ്റില്ല കേട്ടോ. കാണുമ്പോൾ ചിലപ്പോ തുറക്കാൻ പറ്റും തോന്നുന്നു, എനിക്കറിയില്ല. ഇത് തുറക്കാൻ പറ്റില്ല. ഇവിടെ ഒരു ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. ഇത് കൂളിംഗ് ഗ്ലാസ് പോലത്തെ ഒരു ഗ്ലാസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ദീപമേ ഹാൻഡ് വാഷ് എടുത്തോണ്ട്. പിന്നെ ഇവിടെയും ഒരു കർട്ടൻ. അങ്ങനെ നമ്മുടെ ഇലക്ട്രിക്കൽ ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇട്ടാ നമ്മുടെ ഇലക്ട്രിക്കൽ ബോർഡ്. പിന്നെ ഉള്ളത് വാഷിംഗ് ഏരിയ ആണ്. ഇവിടെ ഒരു ഗ്ലാസ് ഉണ്ട്, എന്നെ കാണില്ലേ,
ഹായ്, ഇവിടെ ഒരു ഗ്ലാസ്, പിന്നെ ഇതൊക്കെ ടൈൽസ് തന്നെയായിട്ടാ നമ്മൾ ഒട്ടിച്ചേക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ഷോ ലൈറ്റ്, പിന്നെ ഇവിടെ ഇത് മറ്റേ ടൗൽസ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു സംഭവം, പിന്നെ പൈപ്പ്, സെറയുടെ വാഷ് ചെയ്യണ ഇതിനെന്ത് പറയാ, വാഷ് ബേസൻ, സെറയുടെ വാഷ് ബേസൻ. പിന്നെ ഉള്ളത് ഇവിടെയും നമുക്കൊരു നമ്മള് മോളിക്ക് പോണ കോണിപ്പടിയുടെ അവിടത്തെ ഇവിടെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെയാണ് ഫുള്ള് ആക്രികൾ സൂക്ഷിച്ചേക്കുന്നത്. ആക്രികളല്ല, ബാഗ്, പേപ്പർ, അങ്ങനത്തെ ഐറ്റംസ്, പാമ്പേഴ്സ്, ബോക്സുകൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കിട്ട. പിന്നെ ഇവിടെയും ഒരു പറകോള പോലെ 1 2 3 ഒരു ഭംഗിക്ക് വെച്ചേക്കുന്നത്. ഇത് മൾട്ടിവുഡ് കൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്തത്. ഇതിന്റെ ഉള്ളിൽ ലൈറ്റ്, ഇപ്പൊ ആ ലൈറ്റിന്റെയാണ് ആശാൻ പണിതുകൊണ്ടിരിക്കുന്നത്. ഇത് കിട്ടോ ഇത് കത്തട്ടായി കുത്തി പൊട്ടിക്കാനാണ് നോക്കുന്നത്. പിന്നെ ഇത് ഡൈനിങ് ടേബിൾ ഇട്ടാ. ഡൈനിങ് ടേബിൾ ഇവിടെ നോക്കി കല്ലുകൾ ഇട്ടുണ്ട് ഇതിന്റെ ഉള്ളില്. ആദ്യത്തിന് വിചാരിച്ചത് മറ്റേ മിഠായി എന്നാ, ഇടയ്ക്ക് നോക്കും എന്നിട്ട് മിഠായി എന്ന് പറയും. പിന്നെ ഇത് സ്റ്റീലിന്റെ ഡൈനിങ് ടേബിൾ ആട്ടോ, നമ്മള് വുഡിന്റെ അല്ല, സ്റ്റീലാണ്. ചെയർ വുഡാണ്, ഡൈനിങ് ടേബിള് സ്റ്റീലാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ടേബിളും കൂടി ഉണ്ട്. ഇത് നമ്മള് മറ്റേ അയൺ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത ടേബിളാട്ടാ. പക്ഷെ ഇവിടെ ഇതിപ്പോ ചാർജർ സാധനങ്ങളൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്നുണ്ട്, അയൺ ചെയ്യാനും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു ഷോ കേസ് ഉണ്ട്. ഷോ കേസിന്റെ അവിടെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് കണ്ട, അയ്യോ ഇത് കണ്ട ലൈറ്റ്, ഇതിന് മിററിന്റെ സംഭവം ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങൾ അതുപോലത്തെ തന്നെ സെയിം സാധനങ്ങളൊക്കെ നമ്മളിവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ആദ്യത്തിന്റെ കാറ്, അങ്ങനെ കുറച്ച് ഫാൻസി ഐറ്റംസ് ഒക്കെ നമ്മൾ ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് 2 ബെഡ്റൂമാണ് താഴത്തുള്ളത് കേട്ടോ. ഒരു മാസ്റ്റർ ബെഡ്റൂമും പിന്നെ ഒരു സാധാ ബെഡ്റൂമും. അപ്പൊ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. ഇവിടെ എന്താണ് സാധാരണ നമ്മള് ഇവിടെ ഇങ്ങനത്തെ തന്നെ മൾട്ടിവുഡിന്റെ കബോർഡ് ഉണ്ട് നമുക്ക്. മൾട്ടിവുഡിന്റെ കബോർഡും പിന്നെ ഇത് അമ്മച്ചിയുടെ അലമാരി എടുക്കാം. പിന്നെ ഒരു ബാത്റൂമാണ് ഈ റൂമിലുള്ളത്. ഇവിടെ ഒരു ഫുള്ളായിട്ടൊരു വലിയ ബാത്റൂം, വെന്റിലേറ്ററിന്റെ ലൈറ്റ്. ബാത്റൂമിൽ തന്നെ ഒരു വാഷിംഗ് ഏരിയ ഉണ്ട്, ഒരു മിറർ ഉണ്ട്. പിന്നെ നമുക്ക് ഷവർ, പൈപ്പ് അങ്ങനെ തന്നെ. പിന്നെ ഇത് നമ്മള് കുഞ്ഞിനെ കുട്ടിക്കുന്ന ഷീറ്റ് പോലെ ഇട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ ബാത്റൂം. പിന്നെ ഇത് സാധാ ഒരു ഡോർ. പിന്നെ ഇവിടെ AC ഉണ്ട്. പിന്നെ വേറെ പ്രത്യേകിച്ച് ലൈറ്റൊക്കെ നമ്മൾ ഇവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ലൈറ്റ് ഇപ്പൊ ഇട്ടിട്ടില്ല കേട്ടോ മുകളില്. അതാണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമും വിത്ത് ബാത്റൂമും. അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം, സാധാ ബെഡ്റൂം. ഇത് ഇവിടെയും മൾട്ടിവുഡിന്റെ ഒരു കബോർഡ് ഉണ്ട് നമുക്ക് സ്റ്റോറേജിന് വേണ്ടിയിട്ട്. ഇത് 4 കല്ലിയാണുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ തുറക്കുന്ന ഷെൽഫൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇവനെ പേടിച്ചിട്ട് പൂട്ടിയിട്ടേക്കുന്നതായിട്ടാ. ഇതൊക്കെ തുറക്കാൻ പറ്റുന്നതല്ല, സ്റ്റോറേജിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഒരു ഫാമിലി കോട്ടിന്റെ ബെഡും കട്ടിലും. പിന്നെ എന്നിട്ട് ഇവിടെ ഉള്ളത് പിന്നെ അതേ ആദത്തിന്റെ ടെന്റ് ഇരിക്കുന്നുണ്ട്. ഇവിടെ ഒക്കെ നമ്മള് സെയിം കട്ടൺ വർക്ക് കണ്ടാ എല്ലാവരും ചെയ്തേക്കുന്നത്. ദൈവമേ, ഇവരെ കൊണ്ട് ഭയങ്കര പ്രശ്ന. സെയിം കർട്ടനൊക്കെ സെയിം ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ കസേര ഇവിടെ കിടക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ റൂമിലും നമ്മൾ AC സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 റൂമിലും നമ്മൾ AC സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സെയിം ആയിട്ടുള്ള ഡോർ തന്നെയാണ്. സാധാ ഒരു ഡോർ ഉണ്ട്. അതാണ് 2 ബെഡ്റൂം നമ്മുടെ വന്നിട്ടാ. ഇതിന്റെ ബാക്കിൽ നമ്മളെ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനെ വെക്കാൻ വേണ്ടിട്ട് ഒരു കാന്തം പോലെ കണ്ട, ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെക്കാം. അപ്പൊ ഇത് ഇവിടെ ഇങ്ങനെ ഇരുന്നോളും. പിന്നെ ഈ റൂമിൽ തന്നെ നമുക്കൊരു ബാത്റൂമും കൂടി ഉണ്ട് കേട്ടോ. ബാത്റൂം നേരത്തെ ബാത്റൂമിന്റെ അത്ര വലിയതല്ല, ചെറിയ ബാത്റൂം. പിന്നെന്താണ് സാധാ ഷവർ, ക്ലോസറ്റ്. പിന്നെ ഇവിടെ വാഷിംഗ് ഏരിയ, വാഷ് ബേസിനും ഇല്ല. അപ്പുറത്തെ റൂമിൽ നമുക്ക് വാഷ് ബേസിനും വാഷിംഗ് ഏരിയ ഉണ്ട്. ഇവിടെ അതില്ല, ചെറിയ ബാത്റൂമാണ്. അങ്ങനെയാണ് ഈ റൂം വരുന്നത്.
അപ്പൊ നമുക്ക് ഇനി കിച്ചണിലേക്ക് പോട്ടെ. പോയോ, ഫോളോ മീ. ഇതാണ് നമ്മുടെ കിച്ചൺ. കിച്ചണില് ഒരു ഗ്യാസ് സ്റ്റവ്, ഒരു ചിമ്മിണി. ഇത് മറ്റേ ഓയിൽ സാധനങ്ങളൊക്കെ വലിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ചിമ്മിനി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൾട്ടിവുഡിന്റെ കബോർഡ് ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, പിന്നെ ഇവിടെയുണ്ട്. കൊറേ സ്റ്റോർ ചെയ്യാൻ വേണ്ടിട്ട് നമ്മള് കൊറേ ഏരിയ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിലും നമുക്കൊരു സ്ലാബ് പോലെ ഉണ്ടായിരുന്നു. അപ്പൊ അത് നമ്മൾ ഫുള്ള് എന്ത് ചെയ്തു, ഈ കബോർഡ് വെച്ച് തന്നെ അടച്ചു. പിന്നെ ഉള്ളത് ഡബിൾ ഡോറിന്റെ ഒരു ഫ്രിഡ്ജ് ആട്ടാ. ഈ ഫ്രിഡ്ജിന്റെ ഒരു പോർഷൻ, ഈ പോർഷൻ ഫ്രീസറും ഇത് ഫ്രിഡ്ജാണ്. കണ്ട, ഇത് ഫ്രീസർ, ഇത് ഫ്രിഡ്ജ്. അങ്ങനെ ഒരു ഫ്രിഡ്ജ് ഉണ്ട് നമുക്കിവിടെ. പിന്നെ ഉള്ളത് ഇവിടെയും കുറെ പാത്രങ്ങൾ വെക്കേണ്ടത്. കണ്ട, ഇവിടെയൊക്കെ കപ്പ്, സോസർ, അങ്ങനെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിട്ട് കബോർഡ്. പിന്നെ ഇവിടെ സ്റ്റോറിങ്ങിന് കുറെ ഏരിയാസ് ഉണ്ട് കേട്ടോ. അതെ, ഇവിടെ ഇങ്ങനത്തെ കബോർഡ് പാത്രങ്ങളൊക്കെ വെക്കാൻ വേണ്ടിട്ട് കണ്ട. അതില് ഓരോന്നിനും വ്യത്യാസമാണ്. നമ്മള് പാത്രങ്ങൾ വെക്കുക, കത്തി വെക്കുക, കപ്പുകൾ വെക്കുക, അങ്ങനത്തെ അതിന് വേണ്ടിട്ട് ഓരോരോ കബോർഡുകൾ ഉണ്ട് ഇവിടെ. അങ്ങനെ ഇടാ കപ്പ്, ഗ്ലാസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിട്ട് അവിടുത്തെ പോലെ തന്നെ ഇവിടെയും ഉണ്ട്. അങ്ങനെ ഇവിടെ സ്റ്റോറേജിന്. പിന്നെ മുകളിലത്തെ കബോർഡിലൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ചെറിയ ചെറിയ തട്ടുകളുണ്ട്, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ മുകളിലത്തെ ഇവിടെ ഇതിന്റെ മുകളിൽ ഈ ബർത്തിന്റെ ഇവിടെ ഉള്ളത് അവിടെ സെപ്പറേഷൻ ഒന്നുമില്ല. നമ്മള് പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് വാതിൽ വെച്ച് അടച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു വാഷ് ബേസിൻ ഉണ്ട്. ഇവിടെ അതേ പൈപ്പ് ഉണ്ട്. ഒരു പൈപ്പിന് നമുക്ക് നല്ല വെള്ളം, ഒരു പൈപ്പിന് നമുക്ക് ടാങ്കിൽ നിന്നുള്ള വെള്ളം, അതായത് അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. പിന്നെ നമ്മൾ ഇവിടെ ഒക്കെ ടൈൽസ് ഒട്ടിച്ചിട്ടുണ്ട്. ഇതാണെങ്കിൽ ഗ്രാനൈറ്റ് ആണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഇതൊക്കെ ഗ്രാനൈറ്റിന്റെ പോർഷനാണ്. പിന്നെ ഉള്ളത് നമ്മുടെ രണ്ടാമത്തെ അടുക്കളയാണ്. രണ്ടാമത്തെ അടുക്കളയുണ്ട്, ഒരു കുഞ്ഞടുക്കള. അതായത് ഇവിടെ നമ്മള് പുകയില്ലാത്തൊരു അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ ചെയ്തേക്കണേ, ഇവിടെ നമ്മുടെ ടൈൽസ്, ചുമര് ഫുള്ള് ടൈൽസ് ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെ എന്താണ് ചിമ്മിനി ഉണ്ട്. ഇവിടെ ചിമ്മിനി ഉണ്ട്, പുകയില്ലാത്ത അടുപ്പും നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ വിറകടുപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. എന്റെ വീട്ടിലൊന്നും ഉപയോഗിക്കാറില്ല, ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് സ്റ്റോറേജിന് വേണ്ടിട്ട് മൾട്ടിവുഡിന്റെ കബോർഡ്, പിന്നെ ഒരു വിൻഡോ, പിന്നെ പാത്രങ്ങൾ വെക്കുന്നേ ഇവിടെ ഒരു മറ്റേ വാഷ് ബേസിൻ ഓണായില്ലേ. ഇനി രണ്ടാമത്തെ കിച്ചണിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്കൊരു വിശാലമായ വർക്ക് ഏരിയ ഉണ്ട് കേട്ടോ. വർക്ക് ഏരിയയില് അതുപോലെ തന്നെ ഒരു ബാത്റൂമും നമുക്കുണ്ട്. സാധാ ഒരു ബാത്റൂം ഉണ്ട്. പിന്നെ ഉള്ളത് നമ്മൾ ഈ വർക്ക് ഏരിയ പോർഷനൊക്കെ ഷീറ്റ് അടിച്ച് ഗ്രില്ലടിച്ച് ഫുള്ളാക്കി സെറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടൈൽസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇത് നമുക്ക് ഒരു വാഷിംഗ് ഏരിയ, നമുക്ക് കൈയും പാത്രങ്ങളൊക്കെ കഴുകണമെങ്കിൽ ഇവിടെയും കഴുകാം. രണ്ടടുക്കളയിലുണ്ട്, പുറത്തുണ്ട് നമുക്ക് കഴുകണമെന്നുണ്ടെങ്കിൽ. പിന്നെ ഇവിടുന്ന് പുറത്തേക്ക് പോണെങ്കിൽ ഇപ്പോൾ അങ്ങോട്ട് പോവാം. ഇവിടെ പുറത്തേ നമുക്ക് ഇത്ര ഏരിയ. പിന്നെ ഇവിടേക്കും നമുക്ക് വർക്ക് ഏരിയയുടെ പോർഷൻ ഉണ്ട്, ബാക്കിലേക്കും ഉണ്ട്. അങ്ങനെ ഇത്ര സ്പേസ് നമ്മൾ വർക്ക് ഏരിയ ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയാണ് നമ്മുടെ താഴത്തെ പോർഷൻ. ഇനി നമുക്ക് മുകളിലുണ്ട് കേട്ടോ. മുകളിലത്തെ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാണ്ട് കമന്റ് ചെയ്യുക. അപ്പൊ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അടുത്ത വീഡിയോ ആയിട്ട് ടാറ്റാ ബൈ ബൈ, സീ യു. ടാറ്റാ ബൈ ബൈ, സീ യു. I love you. Okay, bye.